ഹായ്. നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ടോപ്പിക്ക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻട്രൊഡക്ടറി പോർഷൻ, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പൂർത്തിയാക്കി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെടുത്ത ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ അതിലെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മെച്യൂരിറ്റി എന്നുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ എടുത്തത്. അല്ല, നമ്മൾ എലാബറേറ്റ് ചെയ്തത് രണ്ട് പോർഷനാണ്. ഒന്ന് ഓപ്പൺ എൻഡഡ് സ്കീംസും, രണ്ട് ക്ലോസ് എൻഡഡ് സ്കീംസുമാണ്. അതിൻ്റെ ബാക്കി ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. അവിടെ മെച്യൂരിറ്റി പീരീഡിൻ്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ. മെച്യൂരിറ്റി പീരീഡ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഓപ്പൺ എൻഡഡിൽ മെച്യൂരിറ്റി പീരീഡ് ഇല്ല. ക്ലോസ് എൻഡഡ് സ്കീംസിനെല്ലാം എന്തുണ്ട്? മെച്യൂരിറ്റി പീരീഡ് ഉണ്ടെന്നാണ് പഠിച്ചത്. ഇവിടെ ഒരു നിക്ഷേപകൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ എന്താണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത് എന്നുള്ള സാമ്പത്തിക ലക്ഷ്യം തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചിലർക്ക് വരുമാനമാണ് താല്പര്യം, അതായത് മന്ത്ലി ഇൻകം കിട്ടണം, അവർ ഇൻകം സ്കീമുകളിലേക്ക് ചേരും. ചിലർ അതിൽ നിന്നും ആഗ്രഹിക്കുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷനാണ്, മുതൽ കൂടുക. അവർ പ്രധാനമായിട്ടും വരുമാനമല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്യാപിറ്റൽ അപ്രീസിയേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് നമുക്കിവിടെ സ്കീമുകളെ നാലായി തരംതിരിക്കാം. ആ നാല് സ്കീമുകൾ: ഒന്ന് ഇൻകം സ്കീമാണ്, രണ്ട് ഗ്രോത്ത് സ്കീമാണ്, മൂന്നാമത്തെ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീംസാണ്, നാലാമത്തെ മിസലേനിയസ് സ്കീംസാണ്. അതിൽ ഒന്നല്ല പല സ്കീമുകളുടെ ഒരു വിശദീകരണമാണ് നമ്മൾ ആ ഭാഗത്ത് തരുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം കൂടി നമ്മൾ ആ ഹെഡിൽ ചേർത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ പേരുകളിൽ തന്നെ ഓരോന്നിൻ്റെയും സ്വഭാവം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് നമുക്ക് ഇൻകം സ്കീം എന്താണെന്ന് പരിശോധിക്കാം. ഒരു റെഗുലർ ഇൻകമാണ് അതിലൂടെ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് മുതൽ മുടക്കുന്ന ആൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങുന്ന ആൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? സ്ഥിര വരുമാനമാണ്. ഇവിടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ല അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. റെഗുലറായിട്ട് ഇൻകം കിട്ടുക എന്നുള്ള, മന്ത്ലി ഓർ ക്വാർട്ടർലി ഓർ അല്ലെങ്കിൽ എങ്ങനെയാണോ സ്കീമിൻ്റെ കണ്ടീഷൻ അതിനനുസരിച്ചുള്ള വരുമാനം നിരന്തരമായി കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് നിക്ഷേപ താല്പര്യം. ചിലർക്ക് റെഗുലർ ഇൻകം വേണം, അങ്ങനെയുള്ളവർ ഇൻകം സ്കീമുകളിലേക്കാണ് നിക്ഷേപിക്കുന്നത്. മറ്റു ചിലർ ആഗ്രഹിക്കുന്നത് എന്താണ്? ഗ്രോത്ത് സ്കീമാണ്. കാരണം അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക ഒരു നിശ്ചിത കാലം കൊണ്ട് അത് വളരുന്നു, ആ തുക വളരുന്നു. അവരവിടെ എന്ത് പ്രതീക്ഷിക്കുന്നില്ല അധികം, അതിൽ നിന്നുള്ള റെഗുലർ ഇൻകം പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഇൻകം ഷെയർസും ഗ്രോത്ത് ഷെയർസും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമാണ്. ഇക്വിറ്റി ഷെയറുകളിലായിരിക്കും മോസ്റ്റ്ലി അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ പോകുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്കായിരിക്കും. മറ്റ് നാലാമത്തെ ഹെഡ് മിസലേനിയസ് ആണ്. നമുക്കത് ഓരോന്നായിട്ട് പരിശോധിക്കാം. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിൽ ഒന്നാമത് പരിശോധിക്കുന്നത് ഇൻകം സ്കീം അല്ലെങ്കിൽ ഡെറ്റ് ഓറിയൻറ്റഡ് സ്കീമാണ്. ഡെറ്റ് ഓറിയൻറ്റഡ് സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക അല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളുടെ അണ്ടർലൈങ് അസറ്റ് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അസറ്റുകൾ അത് ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. എന്താ? ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും.
അപ്പോൾ ഇങ്ങനെ സ്വരൂപിച്ചെടുക്കുന്ന മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സുകളിലൂടെ സ്വരൂപിച്ചെടുക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ്, സ്ഥിരമായി വരുമാനം നൽകാൻ കഴിയുന്ന സെക്യൂരിറ്റീസിലായിരിക്കും. ഉദാഹരണമായിട്ട് ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ട്, അത് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ആണ്. ഇപ്പോൾ 12% ഡിബഞ്ചർ എന്നും പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിൽ നിന്ന് വാർഷികമായിട്ട് നമുക്ക് 12% പലിശ കിട്ടുമെന്ന്. ഇക്വിറ്റി ഓറിയന്റഡ് ഇൻവെസ്റ്റ്മെന്റിൽ അങ്ങനൊരു ഇൻകം ഫിക്സേഷൻ നടക്കത്തില്ല. കമ്പനിയുടെ ഓരോ വർഷത്തെയും സാമ്പത്തിക പ്രവർത്തനം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ ആസ്പദമാക്കിയാണ് അവർ അതിൻ്റെ റിട്ടേൺ ഡിക്ലെയർ ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന് ഇത്ര ശതമാനം വരുമാനം ഉണ്ടാകുമെന്ന്. ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ അങ്ങനെ പറ്റില്ല. പ്രിഫറൻസ് ഷെയർ ആയാലും ഇത്ര പറയും, 14% പ്രിഫറൻസ് ഷെയർസ്. അതിൻ്റെ അർത്ഥം ഡിവിഡൻ്റായിട്ട് 14% റിട്ടേൺ കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉറപ്പ് ഇതിലില്ല. അപ്പോൾ ഇവിടെ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ അത് വായ്പയായിട്ടാണ് കൊടുക്കുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇക്വിറ്റി ക്യാപിറ്റലിലേക്ക് അല്ലെങ്കിൽ ഷെയറിലേക്ക് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പിൻ്റെ ഭാഗമായിരിക്കുന്നു. അയാളുടെ റിസ്ക് കൂടുതലാണ്. എന്നാൽ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ പൊസിഷൻ എന്താണ്, ഒരു ക്രെഡിറ്ററുടെ പൊസിഷനാണ്. ആ പലിശ നമുക്ക് തരാൻ ബാധ്യതയുണ്ട്. ഓണർ കഷ്ടനഷ്ടങ്ങൾ സഹിക്കണം, ക്രെഡിറ്റർ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ട കാര്യം അയാൾക്കില്ല. അയാൾ എഗ്രി ചെയ്തിരിക്കുന്ന പലിശ നിരക്ക് അയാൾക്ക് കിട്ടണം. അപ്പോൾ ഈ ഇൻകം ഓറിയന്റഡ് സ്കീം എല്ലാം അതിൻ്റെ ഫണ്ട് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസിലായിരിക്കും. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കമ്പനികൾ ഇറക്കുന്ന കടപ്പത്രങ്ങളെയാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അതിനെ പൊതുവായിട്ട് ബോണ്ടെന്നും പറയാറുണ്ട്. നമ്മൾ ഇന്ത്യയിലൊരു ക്ലാസിഫിക്കേഷൻ പറയുന്നത് ബോണ്ടുകൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന കടപ്പത്രങ്ങളിൽ നിന്നും കോർപ്പറേറ്റ് സെക്ടറിൻ്റെ കടപ്പത്രങ്ങളെ നമ്മൾ ഡിബഞ്ചർ എന്ന് അറിയപ്പെടും. പദങ്ങൾ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഷോർട്ട് ടൈം സെക്യൂരിറ്റീസിലും കൊണ്ട് ഈ ഫണ്ടിൽ നിന്നും പണം നിക്ഷേപിക്കും. ഗവൺമെൻറ് പ്രോമിസറി നോട്ടും ഷോർട്ട് ടൈം സെക്യൂരിറ്റീസിലേക്കും ഇതിൽ നിന്നുള്ള ഫണ്ടുകൾ നിക്ഷേപിക്കും. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം സ്ഥിരമാണ്. അവർ എഗ്രി ചെയ്തിരിക്കുന്ന ആ റേറ്റിലുള്ള ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ആ സെക്യൂരിറ്റിയിൽ നിന്നും ഈ ഫണ്ടിലേക്ക് ലഭ്യമാകുന്നു. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺസ് മന്ത്ലിയോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ഓർ ഇയർലി ബേസിസ് ആയിരിക്കും ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങിയിരിക്കുന്നവർക്ക് കിട്ടുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഒന്നാമത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, റെഗുലർ ആൻഡ് സ്റ്റഡി ഇൻകം ആണ്. സ്ഥിര വരുമാനം കൃത്യമായിട്ട് റെഗുലറായിട്ട് പതിവായും സ്ഥിരമായും വരുമാനം കിട്ടും. ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ്, ഡെറ്റ് സെക്യൂരിറ്റീസിലാണ്, ബോൺസ്, ഡിബഞ്ചേഴ്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. മാത്രമല്ല പബ്ലിക് ഡെപ്പോസിറ്റുകൾ കമ്പനി സ്വീകരിക്കാറുണ്ട്, അതിന് പലിശ കൊടുക്കാറുള്ള ആ ഡിപ്പോസിറ്റുകളിലേക്കും ഈ ഫണ്ട് കൊണ്ടുപോയി മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റർ ഇൻവെസ്റ്റ് ചെയ്യും. അതേപോലെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിന് വളരെ വൈഡായിട്ടുള്ള 2 ശാഖകളാണുള്ളത്. ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും. നമ്മൾ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റി വളരെ വിപുലമായിട്ട് അടുത്ത ഒരു ടോപ്പിക് എടുക്കുന്നുണ്ട്. അവിടെ നമുക്കതെല്ലാം കൃത്യമായിട്ട് അപഗ്രഥിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് വിശദീകരിക്കാം. പിന്നെ റെഗുലർ ആൻഡ് സ്റ്റഡി ഇൻകം റിട്ടേൺസ് ആർ മെയ്ഡ് ഓൺ മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഓർ ഇയർലി ബേസിസ് ആയിരിക്കും. റിട്ടേൺസ് മേ ബി ക്യുമുലേറ്റീവ് ഓർ നോൺ ക്യുമുലേറ്റീവ് ഇൻ ക്യാരക്ടർ ആയിരിക്കും. ഇപ്പം ക്യുമുലേറ്റീവ് ഡിബഞ്ചറും നോൺ ക്യുമുലേറ്റീവ് ഡിബഞ്ചറും ഒക്കെ നമുക്കറിയാം. അതിലാം ഏതെങ്കിലും ഒരു അരിയർ വന്നാൽ, പലിശയുടെ അരിയർ വന്നാൽ അത് ഇവിടെ ചേർത്ത് അടുത്ത പ്രാവശ്യം കൊടുക്കുകയാണ്. ആ ഒരു ഓറിയൻറ്റേഷൻ കാണുകയാണെങ്കിൽ ഇൻകത്തെ ബേസ് ചെയ്താണ് അവിടെ ക്യുമുലേറ്റീവ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പം ഒരു കുടിശ്ശിക ഇൻകത്തിൽ അതിൻ്റെ ഇൻട്രസ്റ്റിന് വന്നാൽ അതുകൂടെ ചേർത്ത് അടുത്ത പ്രാവശ്യം കിട്ടും. എന്നാൽ ഈ ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഒരു പ്രാവശ്യം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ ആ വർഷം ഡിവിഡൻഡ് ഇല്ലെന്നാണ്, നഷ്ടത്തിലാകുക. അല്ലെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണമെന്നില്ല. പല കാരണങ്ങൾ അതിനുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. അപ്പം ഇവിടെ ആ ക്യുമുലേറ്റീവായിട്ട് കിട്ടും, അല്ലെങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കിട്ടും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു.
രണ്ടാമത്തത് ഒബ്ജക്റ്റീവ്സ് വൈസിലാണ് നമ്മൾ നോക്കുന്നത് ഇക്വിറ്റി അല്ലെങ്കിൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്കീമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും അയാൾ റെഗുലർ ആൻഡ് സ്റ്റഡി ഇൻകം അല്ല ഉദ്ദേശിക്കുന്നത്, അയാളുടെ സ്വത്ത് വളർത്തുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. അപ്പം അയാളുടെ പ്രോപ്പർട്ടി, ഇപ്പം നമ്മൾ റെഗുലർ ഇൻകം പ്രതീക്ഷിക്കാതെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ പോലും അത് 5 വർഷമോ അല്ലെങ്കിൽ എത്രയാണോ അതിൻ്റെ ടെനർ, അതിൻ്റെ ടേം പൂർത്തിയാക്കുമ്പോൾ നമുക്കൊരു വലിയ തുക കിട്ടും. അത് പ്രതീക്ഷിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾ, ഇത്തരത്തിൽപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകൾ ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിലേക്ക് എന്ത് ചെയ്തോളൂ, ഇതിനെ ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്കീം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വഴി കമ്പനി സ്വരൂപിക്കുന്ന പണം എവിടേക്ക് പോകും, ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്കീമിലേക്കോ, അല്ലെങ്കിൽ മെയിൻലി അത് പോകുന്നത് ഇക്വിറ്റി ഷെയറിനാണ്. ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ വർദ്ധിക്കുകയും നമ്മുടെ പക്കലുള്ള പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ നമ്മളെ അണ്ടർലൈൻ സെക്യൂരിറ്റി ഏതാണോ അതിൻ്റെ വാല്യൂ കൂടുകയും അതിൻ്റെ ഫലമായി തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും. അപ്പോൾ അതൊരു സമ്പാദ്യമായിട്ടാണ്, വരുമാനമല്ല നോക്കുന്നത്, ഒരു ലോങ് ടൈം സേവിങ് ആയിട്ടാണ് ഇവിടെ നോക്കുന്നത്. ഇതിലെ പ്രധാനമായിട്ടും ഈ സ്കീമുകളിൽ സ്വരൂപിച്ചെടുക്കുന്ന ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഇക്വിറ്റീസ് ആയിരിക്കും. ഇക്വിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ഷെയർ ഓണർഷിപ്പ് ക്യാപിറ്റലിലേക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സിലാകും. ഒരു ഡിബഞ്ചർ കൺവെർട്ടബിൾ ആകുമെന്ന് പറഞ്ഞാൽ അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ഡിബഞ്ചർ ആയിരിക്കും. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ മെച്യൂരിറ്റി ആകുമ്പോൾ അവിടെ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു ഉറപ്പ് നൽകുകയാണ്, ഞങ്ങൾ കമ്പനി ഇനി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ആ ചെയ്യുന്ന ക്രമത്തിൽ നിങ്ങളുടെ ഡിബഞ്ചറുകളെ ഞങ്ങൾ നിങ്ങൾക്ക് ഷെയറുകളാക്കി തരാം എന്നുള്ളതാണ് കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഈ മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ കടം കൊടുക്കുന്നതും ബിസിനസ് ഓണർഷിപ്പിലേക്ക് മൂലധനം ചെയ്യുന്നതും തമ്മിൽ റിസ്ക് കൂടുതൽ ഓണർഷിപ്പ് ക്യാപിറ്റൽ. ഇവിടെ ഇക്വിറ്റി ബേസ് ആണ് ഈ ഫണ്ട്. അതുകൊണ്ട് തന്നെ നഷ്ടസാധ്യത ആദ്യത്തെ സ്കീമുമായി ഇൻകം സ്കീമുമായിട്ട് പരിശോധിക്കുക. അത് ഡെറ്റ് ഇൻസ്ട്രുമെൻസിൽ പോകുന്നു, നമുക്ക് ഫിക്സഡ് ആയിട്ട് അത് ഈ വരുമാനം കിട്ടുന്നു. ഇത് ഓണർഷിപ്പ് ഇൻസ്ട്രുമെൻസിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ വരുമാനം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നഷ്ടസാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. മെയിനായിട്ടും ഇതിലേക്ക് ഈ യൂണിറ്റുകൾ വാങ്ങുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്. അവരുടെ സ്വത്ത് വളർത്തുക അല്ലെങ്കിൽ മൂലധനം വളർത്തുക എന്നുള്ളതാണ്. ഈ സ്കീമിലേക്ക് ചേരുന്നത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഇതിൻ്റെ ലോക്കിൻ പീരീഡ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. റിട്ടേൺസ് കം മെയിൻലി ഫ്രം റൈസ് ഇൻ ഷെയർ പ്രൈസസ്. ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിൻ്റെ ഡിമാൻഡ് സപ്ലൈക്കും അനുസരിച്ച് ഈ ഷെയറിൻ്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന വർധനം അല്ലെങ്കിൽ നഷ്ടസാധ്യത കുറവ് രണ്ടും ഉണ്ടാകാം. ചിലപ്പോൾ വലിയ സമ്പാദ്യങ്ങളായിട്ട് അവ മാറാം, ചിലപ്പോൾ നഷ്ടമുണ്ട്, അത് സഹിക്കാൻ വേണം. നമ്മൾ നേരത്തെ സൂചിപ്പിക്കും ഹൈ റിസ്ക് ആണ് സിൻസ് ഇൻക്വിറ്റി പ്രൈസ് ഇതിൻ്റെ ബേസ് അണ്ടർലൈങ് ആസറ്റിൻ്റെ വാല്യൂവിൽ മാർക്കറ്റ് വാല്യൂവിൽ ചേഞ്ച് വരുന്നതനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ അസറ്റിന് അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻസിൻ്റെ ആകെ തുക അല്ലെങ്കിൽ മുതൽ അല്ലെങ്കിൽ അത് വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. സ്യൂട്ടബിൾ ഫോർ മീഡിയം ടു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്. ഒരു 3 വർഷം വരെയോ അല്ലെങ്കിൽ 3 മുതൽ 5 വർഷം വരെയോ അല്ലെങ്കിൽ 7 വർഷമൊക്കെ നമുക്ക് ആ പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും, ഗ്രോത്ത് സ്കീമുകളായിരിക്കും. ഇതിന് ഹൈ ലിക്വിഡിറ്റിയാണ്, ഇതിനെ ക്യാഷാക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്തരത്തിൽപ്പെട്ട ഷെയറുകൾക്ക് നല്ല ഡിമാൻഡായിരിക്കും. അങ്ങനെയുള്ള ഷെയറുകളെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് അങ്ങനെയാണ് ആര് ചെയ്യുന്നത്, AMC ചെയ്യുന്നത്. ഡിമാൻഡുള്ള ഷെയറുകളെ അവർ എടുക്കും, മാർക്കറ്റിൽ നമുക്ക് ആ യൂണിറ്റുകൾ പെട്ടെന്ന് വിറ്റഴിക്കുവാൻ പറ്റും. ഇത്രയുമാണ് നമ്മൾ അവിടെ ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മൂന്നാമത്തത് ഇക്വിറ്റി ലിങ്ക്ഡ് ഇൻകം സ്കീമാണ്. ഇവിടെ ELSS എന്ന് പറയുന്നത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം എന്നാണ് പറയുന്നത്. അവിടെ നമ്മളീ പറഞ്ഞ പോലെ തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിലൂടെ സ്വരൂപിക്കുന്ന തുക ലോങ് ടേം മെച്യൂരിറ്റി പീരീഡുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിലെ ഷെയറുകളിലേക്കായിരിക്കും അവർ അത് നിക്ഷേപിക്കുന്നത്. ഇങ്ങനെ സ്വരൂപിക്കുന്ന പണത്തിൻ്റെ 80% ഈ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇക്വിറ്റി ഷെയറുകളിലായിരിക്കും അവർ നിക്ഷേപിക്കുന്നത്. ഇതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ചില ഗുണങ്ങളുണ്ട്. ഇക്വിറ്റി ലിങ്ക്ഡ് ഇൻകം സ്കീമിലേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് ടാക്സ് ഇളവുകൾ ലഭ്യമാണ്. ഉദാഹരണമായിട്ട് ഇൻകം ടാക്സ്
നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻസ് നമുക്ക് എലിജിബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ടാക്സ് പ്ലാനിംഗ് ഒക്കെ നടത്തുന്നവർ അല്ലെങ്കിൽ പരമാവധി ടാക്സ് ബർഡൻ കുറച്ചുകൊണ്ട്, അത് നിയമവിരുദ്ധമല്ല, നിയമപരമായിട്ട് നമ്മുടെ നികുതി ബാധ്യത എത്രമാത്രം കുറച്ചു കൊണ്ടുവരാൻ പറ്റും അതനുസരിച്ച് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഹയർ ഇൻകം ഗ്രൂപ്പ്സ് ഒക്കെ അവരുടെ ടാക്സ് ബർഡൻ അല്ലെങ്കിൽ നികുതി ബാധ്യത പരമാവധി കുറയ്ക്കുവാൻ വേണ്ടി ഈ സ്കീമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതുവഴി ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 80C പ്രകാരമുള്ള ഇളവുകൾ ലഭ്യമാകും. അപ്പം ടാക്സ് ഇളവിന് വേണ്ടും ഈ സമ്പാദ്യ പദ്ധതി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ക്യാപിറ്റൽ ഓറിയൻറ്റഡ് ആണ്, ഇക്വിറ്റി ഓറിയൻറ്റഡ് ആണ്. പ്രധാനമായിട്ടും ഓണർഷിപ്പ് ക്യാപിറ്റലിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയറിലേക്കാണ്, ഡിബെഞ്ചറും ബോണ്ടും അല്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു 80% ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റേഴ്സ് AMC നടത്തുന്നത് എന്തായിരിക്കും, ഇക്വിറ്റി ഷെയറിലായിരിക്കും. പ്രധാനമായിട്ടും ഇതിന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് ലക്ഷ്യം. ലോക്ക് ഇൻ പീരീഡ് ചിലപ്പോൾ 3 വർഷത്തിൽ ആരംഭിച്ച് 5 വർഷമോ അതിൽ കൂടുതലോ ആയിരിക്കും. ഇതിൻ്റെ അടുത്ത ഫീച്ചർ പറയുന്നത് ബെനിഫിറ്റോ, ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു 80C പ്രകാരം നമുക്ക് ഡിഡക്ഷൻസ് ലഭ്യമാണ്. ഇതിൻ്റെ വാല്യൂ എന്താണ്, ഇതിൻ്റെ റിട്ടേൺ, ഇതിൻ്റെ പ്രതിഫലം, നമ്മുടെ സ്വത്ത് വളരുന്നത് എന്തിനെ ബേസ് ചെയ്തായിരിക്കും, ഇത് മാർക്കറ്റ് ലിങ്ക്ഡ് റിട്ടേൺസിനെ ബേസ് ചെയ്തായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ വാല്യൂ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും മൂന്നാമത്തെ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മിസലേനിയസ്, മറ്റ് പല വകകൾ, പല തരത്തിലുള്ള സ്കീമുകളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. 4ാമത്തെ ഹെഡിൽ ഒരുമിച്ച് ചേർത്ത് ഒരു 3-4 ഐറ്റംസ് നമ്മൾ ഒരുമിച്ച് പറയും. മിസലേനിയസ് സ്കീമിൽ ഒന്നാമത് പറയുന്നത് മിഡ് ക്യാപ്പ് ഫണ്ടാണ്. മിഡ് ക്യാപ്പ് ഫണ്ട്, ഇവിടെ ഈ സ്കീമുകൾ വഴി സ്വരൂപിക്കുന്ന ഫണ്ട് ഇവർ കൊണ്ടുപോയി ജയന്റ് ഓർഗനൈസേഷൻസിലല്ല നിക്ഷേപിക്കുന്നത്, ഇടത്തരം കമ്പനികളിൽ, അതായത് വലിയ കമ്പനികളെ അപേക്ഷിച്ച് ഉയർന്ന നിരക്കിലുള്ള വളർച്ച പ്രകടിപ്പിക്കുന്ന കമ്പനികൾ, അത് സ്റ്റോക്ക് മാർക്കറ്റിലെ പെർഫോമൻസ് അനുസരിച്ച് ജയന്റ് ഭീമന്മാരായ കോർപ്പറേറ്റുകളിലല്ല, പകരം എന്താണ്, പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഇടത്തരം കമ്പനികളുടെ ഷെയറുകളിലേക്കോ അല്ലെങ്കിൽ അവർ സെക്യൂരിറ്റിയിലേക്ക് ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നടത്തുന്നുവെങ്കിൽ അതിനെ മൈൽഡ് ക്യാപ്പ് ഫണ്ട്സ് എന്നാണ് പറയുന്നത്. മൈൽഡ് ക്യാപ്പ് ഫണ്ട്സ്, അവിടെ ഇക്വിറ്റി ഷെയറിലേക്ക് തന്നെയാണ് ഈ മൈൽഡ് ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യും. മിഡ് ക്യാപ്പ് ഫണ്ട്സ് ആണ് മൈൽഡ് അല്ല, മിഡ് ക്യാപ്പ് ഫണ്ട്സ്. ഇവിടെ സ്വരൂപിച്ചെടുക്കുന്ന ഫണ്ടിൻ്റെ 65% മിനിമം അവർ എന്തിലേക്കായിരിക്കും പോകുന്നത്, ഇക്വിറ്റിയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ബാക്കി 35% ഷോർട്ട് ടൈം സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളിലോ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് വളരുന്ന ഇടത്തരം കമ്പനികളുടെ ഷെയറുകളെയാണ് ഇവിടെ മിഡ് ക്യാപ്പ് ഫണ്ട്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതും എന്താണ്, ഭയങ്കര വളർച്ചാ നിരക്കായിരിക്കും. ഈ ഫണ്ട് ഓറിയൻറ്റ് ചെയ്യുന്നത് ഗ്രോത്തിനെയാണ്. നമുക്ക് ചില കമ്പനികൾ നമ്മൾ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കാമെങ്കിൽ ഇടത്തരം കമ്പനികൾ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കും. ഉദാഹരണമായിട്ട് റിലയൻസ്, ഇൻഫോസിസ്, ഈ കമ്പനികളൊക്കെ അതിൻ്റെ ഒരു ഇടത്തരം ലെവലിൽ നിന്ന് അവർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ വളർച്ചാ നിരക്ക് വളരെ കൂടുതലായിരുന്നു. അപ്പം അത്തരത്തിൽപ്പെട്ട സ്കീമുകളെയാണ് അല്ലെങ്കിൽ നിക്ഷേപത്തെയാണ് മിഡ് ക്യാപ്പ് ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത രണ്ടാമത് ഇവിടെ നമ്മൾ പ്രതിപാദിപ്പിക്കുന്നത് ഇൻഡെക്സ് ഫണ്ടുകളാണ്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വലിയ കമ്പനികളുടെ മികച്ച പ്രകടനങ്ങളെ മുൻനിർത്തിയായിരിക്കും. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കമ്പനികളുടെ ഷെയറുകൾ അതിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസിൻ്റെ ബേസിൽ പ്രൊപ്പോർഷനേറ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഈ സ്കീമുകളിലേക്ക് സ്വരൂപിക്കുന്ന ഫണ്ട് നിക്ഷേപിക്കപ്പെടുന്നു. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻഡെക്സ് ബേസിസ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് കമ്പനികളുടെ പെർഫോമൻസിൻ്റെ സൂചികകളെയാണ്, അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ സെക്യൂരിറ്റി പെർഫോം ചെയ്യുന്നതനുസരിച്ചാണ് സൂചിക കാണിക്കുന്നത്. ആ സൂചികയുടെ അടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങളെയാണ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. ഇൻഡെക്സ് മുകളിലേക്ക് പോയാൽ മനസ്സിലായല്ലോ, ആ ഫണ്ട് വാല്യൂ കൂടും. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സാമ്പത്തിക പ്രമാണങ്ങളുടെ അല്ലെങ്കിൽ ആ കമ്പനികളുടെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു, വാല്യൂ ഉയരുന്നതായിട്ടാണ് ഇൻഡെക്സ് കൂടുന്നതനുസരിച്ച്. നേരെ മറിച്ച് ഇൻഡെക്സ് കുറയുകയാണെങ്കിൽ എന്താണ്, ആ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ കുറയുന്നത്. ഇത് മാർക്കറ്റിൽ നിരന്തരമായി അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇൻഡെക്സ് ഫണ്ടുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്.
ധാരാളം മ്യൂച്വൽ കമ്പനി എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കും ഇത്തരത്തിലുള്ള സ്കീമുകളുണ്ട്. ഉദാഹരണമായിട്ട് SBI നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്നും പറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ലെവൽ നോക്കിയിട്ട് ആ കമ്പനികളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ആ ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ സ്വരൂപിച്ച ഫണ്ട് ആ പെർഫോമൻസിനനുസരിച്ച് അതിന്റെ ഇൻഡെക്സിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ HDFC ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്, HDFCക്ക് ഉണ്ട്. UTI 50 ഇൻഡെക്സ് ഫണ്ട് എന്നും പറഞ്ഞുണ്ട്. ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട് എന്നും പറഞ്ഞ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ഫണ്ടുകളിലേക്കായിരിക്കും ഈ തുക പോകുന്നത്. അപ്പോൾ അവിടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ പോകുന്നത് സെക്ടർ അല്ലെങ്കിൽ സെഗ്മെന്റ് സ്പെസിഫിക് ഫണ്ട്. നമ്മൾ നേരത്തെ എക്കണോമിയുടെ വിവിധ സെക്ടറുകൾ, പ്രവർത്തന മേഖലകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വഴി നിക്ഷേപിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സെക്ടർ അല്ലെങ്കിൽ സെഗ്മെന്റ് സ്പെസിഫിക് ഫണ്ട് എന്ന് പറയും. ഇറ്റ്സ് എ ഫണ്ട് ഇൻ വിച്ച് ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ് മെയ്ഡ് മെയിൻലി ഇൻ ഷെയ്ഡ്സ് ഓഫ് എ സ്പെസിഫിക് സെക്ടർ. ഒന്നുകിൽ അവർ എന്തായിരിക്കും, ബാങ്കിങ് മേഖലയിൽ നിക്ഷേപിക്കും, അല്ലെങ്കിൽ അവർ IT സെക്ടറിലായിരിക്കും നിക്ഷേപിക്കുന്നത്. മനസ്സിലായി? ഇപ്പം ബാങ്ക് HDFCയുടെ ഷെയറുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, SBIയുടെ അല്ലെ ICICI, ഇതെല്ലാം ബാങ്കിങ് സെക്ടറാണ്. IT റിലേറ്റഡ് അല്ലെ വിപ്രയുടെയോ TCSന്റെയോ ഇൻഫോസിസിന്റെയോ കണ്ടോ ഒരു സെക്ടർ വൈസ് ആണ്. അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിലേക്ക്, മാനുഫാക്ചറിങ്, അയൺ ആൻഡ് സ്റ്റീൽ, ഇങ്ങനെ സെക്ടർ വൈസ് ചൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സെക്ടർ ഓർ സെഗ്മെന്റ് സ്പെസിഫിക് ഫണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതേ കാറ്റഗറിയിൽപ്പെട്ടാണ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീംസ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പോകേണ്ട കാര്യമില്ല. അടുത്ത ഗിൽറ്റ് സ്കീംസ്. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയും അല്ലെങ്കിൽ സെക്യൂരിറ്റീസിനെയും ഗിൽറ്റഡ്ജഡ് എന്നാണ് പറയുന്നത്. ഗിൽറ്റഡ്ജഡ് സെക്യൂരിറ്റീസ്. അതിനെ ഗിൽറ്റഡ്ജഡ് എന്ന് പറയാൻ അത് വളരെ അട്രാക്റ്റീവാണ്. എന്താ കാരണം? അതിൻ്റെ സേഫ്റ്റിയാണ്. ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന ഫണ്ട് എപ്പോഴും സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഗവൺമെന്റ് കമ്പനികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ പബ്ലിക് ഫണ്ട് കളക്ട് ചെയ്യുന്നെങ്കിൽ, ബോറോ ചെയ്യുന്നെങ്കിൽ, പബ്ലിക് ഡെറ്റ് മാനേജ് ചെയ്യുന്നെങ്കിൽ അവർ ഇത്തരത്തിൽപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്യും. ഗവൺമെന്റ് ബോൺസ് അതിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ്, ഗവൺമെന്റ് പ്രോമിസറി നോട്ട്, ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്യും. ഇതിന്റെ വിശ്വാസ്യത അല്ലെങ്കിൽ ഇതിന്റെ സുരക്ഷിതത്വം കൊണ്ട് ഇതിനെ അറിയപ്പെടുന്നതാണ് ഗിൽറ്റഡ്ജഡ് സെക്യൂരിറ്റീസ് എന്ന്. ഈ സ്കീമുകളിലേക്കാണ് ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുന്നതെങ്കിൽ അതിനെ ഗിൽറ്റഡ്ജഡ് ഫണ്ട് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഗിൽറ്റ് സ്കീംസ് എന്ന് പറയാം. ഗവൺമെന്റ് സെക്യൂരിറ്റീസിലായിരിക്കും ഇത്. അടുത്ത് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്. അവിടെ കോർപ്പറേറ്റ് ബോണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു യൂസേജ് ആണ് ബോണ്ടുകളെല്ലാം ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതും, അതായത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന കടപ്പത്രങ്ങൾ, ബോണ്ടുകളും കോർപ്പറേറ്റ് സെക്ടർ അല്ലെങ്കിൽ കമ്പനികളെ ഡിബഞ്ചർ എന്നാണ്. ഇവിടെ കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അർത്ഥത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അത് ഡിബഞ്ചറുകൾ തന്നെയാണ്. കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിലേക്ക് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അത്തരമാണ് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈബ്രിഡ് ഫണ്ട്. ഹൈബ്രിഡ് ഫണ്ടിൽ പല തരത്തിൽപ്പെട്ട സെക്യൂരിറ്റീസിലേക്ക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിലേക്ക് ആ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ഫണ്ട് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ദാറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡൈവേഴ്സിഫിക്കേഷൻ എമംഗ് 2 or more അസറ്റ് ക്ലാസസ്. 2 or അതിലധികമോ അസറ്റ് ക്ലാസുകളിലേക്ക് പോകുന്നതായിട്ടാണ്. അല്ലെങ്കിൽ ആ ഫണ്ട് അവർ ഡിസ്ട്രിബ്യൂട്ട്. ദീസ് ബോൺസ് ടിപ്പിക്കലി ഇൻവെസ്റ്റ് ഇൻ മിക്സ് ഓഫ് സ്റ്റോക്സ് ആൻഡ് ബോൺസ്. ഷെയറിലും ഡിബഞ്ചറിലും ഈ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്ത മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. നമ്മൾ അത് പേരിൽ തന്നെയുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും മണി മാർക്കറ്റ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടൈം ക്യാപിറ്റൽ അക്വിസിഷൻ ആണ്. അതിലൂടെ കമ്പനികൾക്ക് ആവശ്യമുള്ള ദീർഘകാല ഫണ്ടാണ് സ്വരൂപിച്ചെടുക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ. അത് ഷെയർ ആകാം, ഡിബഞ്ചർ ആകാം. ഡിബഞ്ചറിൻ്റെ കാലയളവ് 10 വർഷം അതിൽ കൂടുതലും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ലോങ് ടൈം ഫണ്ടാണ് അവിടെ കയറി ചെയ്യുന്ന അക്വിസിഷൻ നടത്തുന്നത്. ഇവിടെ മണി മാർക്കറ്റിൽ എന്താണ്, ഹ്രസ്വകാല ധനാവശ്യങ്ങൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനമായിരിക്കും. ഇത് 1 വർഷത്തിനുള്ളിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളാണ്.
ജനങ്ങളിൽ നിന്ന് കടം വാങ്ങി വിവിധ തരത്തിലുള്ള ഷോർട്ട് ടൈം സെക്യൂരിറ്റീസിലൂടെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കുകയും അതൊരു വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു, തിരികെ നൽകുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി കോർപ്പറേറ്റ് സെക്ടർ കമ്പനികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് റേസ് ചെയ്യുന്ന സംവിധാനമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇവിടെ സ്വരൂപിക്കുന്ന തുക ഈ MC എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽപ്പെട്ട സെക്യൂരിറ്റീസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ട്രഷറി ബില്ല്, കൊമേഴ്സ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്, കോൾ മണിയൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് നമ്മളത് പറഞ്ഞതാണ്. ഇനി അതിനെപ്പറ്റി വീണ്ടും നമുക്ക് നോക്കേണ്ട കാര്യത്തിൽ എക്സ്ചേഞ്ചിൽ ഇൻഡെക്സ് ഒക്കെ ബേസ് ചെയ്ത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഷെയറുകളാണ് ഇത്. പ്രധാനമായിട്ടും ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കവർ ചെയ്യാനുള്ളത്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ക്ലാസിഫിക്കേഷനും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചില ടൈംസ് കൂടെയൊക്കെ ഇതിൽ നോക്കാനുള്ളൂ. വളരെ ചുരുങ്ങിയൊരു ഭാഗം കൂടെ ഉള്ളൂ. അടുത്ത ഒരു ക്ലാസ് കൊണ്ട് മ്യൂച്വൽ ഫണ്ട് കംപ്ലീറ്റ് ആകും. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. സ്റ്റുഡൻസിനും ഇതറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റി, ഈ മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റി വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശരി.